ഹായ്, ഞങ്ങൾ 4 പേരൊരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിന് ശേഷമുള്ള ഒരു ഫോട്ടോയാണ്. മാർച്ച് 26-ന് മൂവാറ്റുപുഴയിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു 11-11:30യോടെയാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. നമസ്കാരം, ഞാൻ വിനോദാണ്. വിനോദത്തിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. യാത്രയിലുള്ളവരെ ഓരോരുത്തരെയായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരിചയപ്പെടുന്നത്. ആദ്യം ഇത് ശ്രീ KN ശിവദാസൻ. അദ്ദേഹം KSEBിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹത്തെ തന്നെയാണ് ഈ വാഹനം, അദ്ദേഹമാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂരിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മിനിങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. ഓർമ്മിക്കുക, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുന്ന ആരാണോ അദ്ദേഹം ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെ കഴിക്കാറില്ല. അങ്ങനെയുള്ള സേഫ് ജേർണിയാണ് ഞങ്ങൾ ചെയ്യുക. ഏറ്റുമാനൂരിൽ നിന്ന് ഞങ്ങൾ കോട്ടയം കോടിമേതയിലുള്ള ദർബാർ കള്ള് ഷാപ്പിലെത്തി. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ കണ്ട ഒരു പ്രത്യേകത, അവിടുത്തെ ഓർഡർ എടുക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. ഇത് ശ്രീ രാജൻ PS. ഇദ്ദേഹവും KSEBിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഞങ്ങൾ രാജൻ മാഷ് എന്ന സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ഞങ്ങളിൽ ഏറ്റവും സീനിയറായിട്ടുള്ളയാണ്. ഇദ്ദേഹം ശ്രീ ദിനചന്ദ്രൻ KN. അദ്ദേഹവും KSEBിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹത്തെയും ഒരു മാഷാകാൻ ആഗ്രഹിച്ച ആളായതുകൊണ്ട് അദ്ദേഹത്തെയും ഞങ്ങൾ ദിനേന്ദ്രൻ മാഷ എന്നാണ് വിളിക്കുക. അങ്ങനെ ഞങ്ങളുടെ യാത്ര നടന്നു. കണ്ണിൽ കണ്ട കാഴ്ചകളൊക്കെ കമൻ്റ് അടിച്ചും ആസ്വദിച്ചും ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വെഞ്ഞാറമൂട് എത്തി. അപ്പോഴാണ് നമ്മുടെ ഈ സെഞ്ചുറിയിലല്ലാത്ത പഴയ സെഞ്ചുറിയിലുള്ളൊരു വാഹനത്തിനെ കാണുന്നത്. പൊതുവേ എല്ലാവരും തന്നെ വാഹനപ്രേമികളായതുകൊണ്ട് ആ വാഹനത്തെക്കുറിച്ചുള്ള ചർച്ചയായി. പിന്നെ ഞങ്ങൾ വെഞ്ഞാറമൂട് നിന്നും MC റോഡിനെ വിട്ട് കഴക്കൂട്ടം വഴിയുള്ള റോഡിലേക്ക് NHൽ കയറാനുള്ള യാത്രയിലായി. പോത്തങ്കോട് എത്തുമ്പോൾ വലത്ത് സൈഡിൽ ശിവഗിരി മഠം. വീണ്ടും ഞങ്ങൾ മുമ്പോട്ടുള്ള യാത്ര തുടർന്നു. പോത്തങ്കോടിൽ നിന്നും കഴക്കൂട്ടത്തിനുള്ള റോഡ് ഇപ്പം വളരെ നല്ല റോഡാണ്. നല്ല വിസ്താരമൊക്കെയുള്ള നല്ല റോഡാണ്. കഴക്കൂട്ടം എത്താറായി. ഇടത്ത് സൈഡിൽ സൈനിക സ്കൂള് കണ്ടു. അങ്ങനെ ഞങ്ങൾ കഴക്കൂട്ടത്തെത്തി. ഇനിയും NH 66-ലൂടെയുള്ള യാത്രയാണ്. ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ടിലൂടെ. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം എത്ര മാറിപ്പോയി എന്നറിയണമെങ്കിൽ NH 66-ലൂടെ തന്നെ യാത്ര ചെയ്യും. എന്തെല്ലാം സ്ഥാപനങ്ങൾ, എന്തെല്ലാം വ്യവസായങ്ങൾ, എന്തെല്ലാം ഹോട്ടലുകൾ, എന്തെല്ലാം കെട്ടിടങ്ങൾ. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് യാത്ര കുറിക്കുകയാണ്. ടെക്നോ പാർക്ക് കഴിഞ്ഞു. ഇവിടെ അധികം തിരക്കനുഭവപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇടതുവശത്ത് കാണുന്നത് ഇൻഫോസിസിൻ്റെ ക്യാമ്പസാണ്. ഇൻഫോസിസിൻ്റെ ക്യാമ്പസും കണ്ട് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുന്നു. അവിടെ ഒരു ട്രാഫിക് സിഗ്നൽ ഫെയിലിയർ ആണെന്ന് തോന്നുന്നു. പോലീസുകാരൻ കൈ കാണിച്ച് നടത്തുന്നുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുന്നു. പല ഫ്ലാറ്റുകൾ ഉയർന്നു നിൽക്കുന്നു. 1980കളിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് വരുമ്പം, എൻ്റെ ചേട്ടൻ എന്ന ISROയിൽ എഞ്ചിനീയറാണ്. തിരുവനന്തപുരത്ത് വരുമ്പം വിജനമായി കിടന്നിരുന്ന സ്ഥലങ്ങളാണിത്. ആക്കുളം കായലും ആക്കുളം പ്രദേശങ്ങളെല്ലാം. വീണ്ടും ഒരു ട്രാഫിക് ലൈനിൽ നമ്മൾ ബ്ലോക്കിലായി. ഈ കടന്നു പോകുന്ന ആക്കുളം പാലമാണ്. ആക്കുളം കായലാണ് താഴെ കാണുന്നത്. ആക്കുളവും കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര മുമ്പോട്ട് പോകുമ്പോൾ വലത് സൈഡിൽ
തിരുവനന്തപുരത്തെ ലുലു മാൾ കണ്ടു. ലുലു മാളിൻ്റെ പുറത്തു നിന്നൊക്കെ കണ്ട് ഞങ്ങളുടെ ലക്ഷ്യം ഇതല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇത് ആകാശത്തോടെ ഒരു പ്ലെയിൻ വരുന്നുണ്ട്. ഞങ്ങളെ ഈ പ്ലെയിൻ പോകുന്നതിന് ഞങ്ങൾ ഒപ്പിയെടുത്തു. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഇനിയും അധികം ദൂരത്തിലല്ല. അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലെത്തി, ഞങ്ങളുടെ ഹോട്ടൽ മുറിയിലെത്തി. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഏതാണെന്നും ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്നും അറിയാൻ അടുത്ത ഭാഗം കാണുക. അതുപോലെ വിരാട വിനോദം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഡിന്നർ കഴിക്കാനുള്ള പുറപ്പാടാണ്. സമയം ഇപ്പോൾ ഏതാണ്ട് 9 മണിയോടെ ആയിട്ടുണ്ട്. ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു ഡ്രിങ്ക്സും, കാരണം ഒരാൾ ഇതിൽ ഡ്രിങ്ക്സ് കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഡിന്നറും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ നന്ദി.